25 നോമ്പ് ദിന ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ധ്യാന ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ധ്യാനത്തിന് ആധാരമാക്കിയിരിക്കുന്ന വിഷയം ബർത്ത് ഓഫ് ജീസസ്, പീസ് ഓൺ എർത്ത്. ദൈവം മണ്ണിൽ മനുഷ്യനായ സുദിനമാണ് ക്രിസ്മസ്. ജഡം ധരിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസപാതയിൽ ചരിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഓരോ ക്രിസ്മസ് നാളുകളിലും നമ്മെ വെല്ലുവിളിക്കുന്നത്. 25 നോമ്പിന്റെ അവസാന ദിനമായ ഇന്ന് ഈ ധ്യാന ചിന്തകൾ നമ്മെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ. ആഗതന് അനുവാദമില്ലാതെ പ്രവേശിക്കാനുള്ള സൂചനയാണല്ലോ തുറന്നിട്ട വാതിൽ നൽകുന്നത്. പുൽക്കൂട് പ്രതീക്ഷയോടെ കടന്നു വരുന്ന ഏവർക്കും പ്രവേശിക്കാനുള്ള ഇടമാണ്. വഴി അമ്പലത്തിൽ സ്ഥലം ഇല്ലാതെ വന്ന ദമ്പതികൾക്കും ദൈവിക അരുളപ്പാട് കേട്ട് ഇറങ്ങിത്തിരിച്ച ആട്ടിടയന്മാർക്കും വഴികാട്ടിയായ നക്ഷത്രത്തിന്റെ ഒപ്പം സഞ്ചരിച്ച വിദ്വാൻമാർക്കും സകല ഭൂചര ജീവികൾക്കും പ്രവേശിക്കാൻ പറ്റുന്ന തുറന്ന ഇടം. വന്ന ഏവർക്കും പ്രത്യാശയും ആത്മസംതൃപ്തിയും നൽകിയ ഇടമാണ് പുൽക്കൂട് സമ്മാനിച്ചത്. ബലപ്പെടുത്തിയ ഓടാമ്പലിട്ട് പൂട്ടിയ വാതിലുകൾ തുറക്കാനുള്ള മനസ്സലിവ് ഉണ്ടാകുന്ന ഇടങ്ങളിൽ ക്രിസ്തു പിറവി കൊള്ളുന്നു. ക്രിസ്തു ഉള്ളിൽ ജനിക്കാതെ പോകുന്നതിൻ്റെ ആകുലതയാണ് ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ദൈവപുത്രന് പ്രവേശിക്കുവാൻ സാധിക്കുന്ന, അടയ്ക്കാൻ സാധ്യതയില്ലാത്ത വാതിലുകൾ ആവുകയാണ് ഇന്നിന്റെ ആവശ്യം. കരുണയുടെ ഇടം നൽകേണ്ടുന്ന സ്ഥാനങ്ങൾ ഇന്ന് സ്വാർത്ഥതയുടെ, സ്വയത്തിന്റെ ഇടങ്ങളാകുന്ന കാഴ്ചകളെ സൃഷ്ടിക്കുന്നു. ക്രിസ്മസ് സന്തോഷത്തിന്റെ കാലയളവാണ് ലോകത്തിന് നൽകുന്നത്. പുൽത്തൊട്ടിയിലെ ജനനം ദൈവ സ്നേഹത്തിന്റെ പ്രകടനമാണ്. സ്വയം വെറുമയാക്കപ്പെടുന്നതിലൂടെ മാത്രമാണ് സാക്ഷ്യം ഉണ്ടാകുന്നത്. സ്വയം വെറുമയാക്കപ്പെടുന്നതിലൂടെ മാത്രമാണ് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തു ഇത് അടയാളപ്പെടുത്തി തൻ്റെ ജനനത്തിലൂടെ. ദൈവത്തോടുള്ള ബന്ധവും അവനവനോടുള്ള ബന്ധവും സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള ബന്ധവും തകർത്ത മനുഷ്യൻ ഇന്ന് സ്വയം തകർന്നടിഞ്ഞ് കലഹവും സ്വാർത്ഥതയും കാരണം നിസ്സഹായതയും നിരാശയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് ഒരു വിളിയാണ്. പരസ്പര സ്നേഹത്തിന്റെ പുതുനിലങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വിളി. പ്രകൃതിയും മനുഷ്യനും സ്വർഗീയരും ഭൗമികരും ഒത്തുചേർന്ന ഇടമാണ് പുൽക്കൂട്. ഈ ഒത്തുചേരലിൽ സ്വർഗീയ മാലാഖമാർ പാടുന്ന ഗീതമാണ് വാക്യം 14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പരസ്പര സമാധാനം പങ്കുവെക്കുന്ന ആശ്വാസത്തിന്റെ ഇടങ്ങളായി നമ്മുടെ മനസ്സുകൾ രൂപപ്പെടുന്നതിന്
ഈ ക്രിസ്മസ് നാളുകൾ അർത്ഥവത്തായി തീരാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.